ഹലോ ഫ്രണ്ട്സ്, യു ആർ ഡൂയിങ് ഗുഡ്. നമ്മൾ ബർമിംഗ്ഹാം ടെമ്പിൾ പോവാണ്. ആദ്യം ഒരു ദോശ കഴിക്കും. ബൈ. മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ചെന്നൈ ദോശ കഴിച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നത്. നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ അമ്പലം കഴിഞ്ഞിട്ടാണ് ദോശ കഴിക്കാൻ വരുന്നത്. പക്ഷേ ഇവിടെ ദോശ കഴിച്ചിട്ട് അമ്പലത്തിൽ. അൺലൈക്ക് മെനി അതർ സിറ്റീസ് ഇൻ UK, ബർമിംഗ്ഹാമിന് കുറച്ചുകൂടി ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ളൊരു കൾച്ചറാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മളൊരു ഗുരുദ്വാര കാണുന്നുണ്ട്, ഞങ്ങളൊരു മോസ്ക് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു വലിയ ടെമ്പിൾ കാണുന്നു. ഇപ്പോൾ ഡെമോഗ്രഫീസ് ഇൻ UK ആർ ചേഞ്ചിങ് ക്വൈറ്റ് ലോട്ട് ബിക്കോസ് ഓഫ് ദിസ് ഇമിഗ്രേഷൻ ആൻഡ് എവറിത്തിങ്. എന്തായാലും നമ്മളിപ്പോൾ ടെമ്പിളിലെത്തി. ഫൈനലി വി ആർ അറ്റ് ശ്രീ ബാലാജി ടെമ്പിൾ. നമ്മളുടെ തിരുപ്പതിയിലൊക്കെ കിട്ടുന്ന ആ ഒരു ഡിവൈൻ ഓറ നമുക്ക് ഇവിടെയും ഫീൽ ചെയ്യാം. ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ട്. പിന്നെ റിച്വൽസ് സംഭവങ്ങളൊക്കെ ഏകദേശം അതുപോലെയാണ്. കാർ പാർക്കിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു വ്യൂ ആണിത്. UK നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിലൊരു അമ്പലത്തിൽ പോകുന്ന അതേ ഒരു ഫീലായിരുന്നു ഇവിടെയും കിട്ടിയിരുന്നത്. മെയിൻ അമ്പലത്തിൽ ബാലാജി അല്ലെങ്കിൽ വെങ്കടേഷാണ് പ്രതിഷ്ഠ. അതിൽ 2 ചെറിയ അമ്പലങ്ങൾ അതിനടുത്ത് തന്നെ ഉണ്ട്. ഒന്ന് ഗണപതിയും ഒന്ന് മുരുകനും. ഇതിന് പുറമെ ഈ ഒരു ചെറിയ അമ്പലം ഉണ്ട് അടുത്ത്. അതിൽ മഹാദേവനാണ് പ്രതിഷ്ഠ, അതിൽ അയ്യപ്പനുണ്ട്, ദേവിയുണ്ട്. ഇത് മെയിൻ ഷ്രൈനാണ്. 2 സൈഡിലും നമുക്ക് 2 ചെറിയ ടെമ്പിൾസ് കാണാം. ഇതിന് പുറമെ ബാബയുടെ ഒരു ടെമ്പിളും അതിനടുത്ത് തന്നെ ഉണ്ട്. സായിബാബയെ പറ്റി പറയാതെ തന്നെ ബിക്കിക്ക് എന്താണെന്നറിയില്ല, ഒരു കണക്ഷൻ തോന്നിയെന്ന് തോന്നുന്നു. രാഹുലിൻ്റെ അച്ഛൻ ഒത്തിരി സന്തോഷമാവും ഇത് കാണുമ്പോൾ. വളരെ കോയിൻസിഡൻ്റലി ആണ് ഇവിടെ അന്നദാനം കൊടുക്കുന്നതായിട്ട് അറിഞ്ഞത്. ബോർഡ് കണ്ടതോടനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് അന്നദാനം. പറ്റുമ്പോഴൊക്കെ ക്ഷേത്രങ്ങളിലെ അന്നദാനം ഞാൻ കഴിക്കാറുണ്ട്. ഇത്തവണ ബിക്കിയായിട്ട് അത് ഇവിടുത്തെ അന്നദാനത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷവും എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ആത്മസംതൃപ്തി നമുക്ക് ലഭിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ടെമ്പിളിൽ. ഒരു റിയൽ ഇപ്പം നമ്മൾ തിരുപ്പതിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചറായിട്ട് തോന്നും. പിന്നെ ലഡ്ഡു ഉണ്ട് ഇവിടെ. നല്ല ഫുൾ കോമ്പൗണ്ടും നല്ല സ്പേഷ്യസ് ആണ്. സോ പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ആംബിയൻസും ഉണ്ട്. ആൻഡ് ദേ ആർ വെരി വെൽ മെയിൻറ്റൈൻഡ്. വാഷ്റൂം ഒക്കെ വളരെ ക്ലീൻ ആൻഡ് ടൈഡി ആണ്. ഹാറ്റ്സ് ഓഫ് ടു ദ ടീം ഹൂസ് വർക്കിംഗ് ബിഹൈൻഡ് ദിസ്. Bye. See you in the next vlog.